ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ സംസാരിക്കുന്നത് കൊച്ചിൻ പോർട്ടിനെ കുറിച്ചാണ്. കൊച്ചിൻ പോർട്ട് എന്തുകൊണ്ട് പൂട്ടുന്നതിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതിനുള്ള ചില ഉദാഹരണങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് വിശകലനം ചെയ്താൽ മതി. ഇപ്പോൾ കൊച്ചിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് കൊച്ചി. പക്ഷേ ഈ കൊച്ചി തുറമുഖം കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള കൊച്ചിൻ പോർട്ട് ട്രസ്റ്റാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. കൊച്ചിൻ പോർട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ പോർട്ടിലെ നാവിഗേഷൻ ചാനൽ, അതായത് കപ്പൽ ചാലിൻ്റെ ആഴം കുറവാണ്. അതാണ് ഏറ്റവും വലിയ ഒരു പോരായ്മ കൊച്ചിൻ പോർട്ടിലുള്ളത്. ഇപ്പോൾ ഈ കൊച്ചിൻ പോർട്ട് നടത്തുന്നത് ഈ ദുബായ് പോർട്ട് വേൾഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ ദുബായ് പോർട്ട് വേൾഡ് തന്നെയാണ് മുംബൈയിലെ പോർട്ട് നടത്തുന്നതും അല്ലെങ്കിൽ മുന്ദ്രയിലെ പോർട്ട് നടത്തുന്നതും ചെന്നൈയിലൊക്കെ പോർട്ട് നടത്തുന്നതും ഈ കമ്പനി തന്നെയാണ്. അപ്പോൾ അവിടെ എല്ലാം നല്ല രീതിയിൽ പോർട്ട് നടക്കുമ്പോൾ കൊച്ചിയിൽ മാത്രം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ നമ്മുടെ ഒരു ഉത്തരവാദിയെ നമ്മൾ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലേക്ക് ചുരുക്കി നമ്മൾ പറയുന്നത്. ഇനി അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. വളരെ തമാശ രീതിയിലുള്ള കാര്യങ്ങളാണ് കൊച്ചിയിൽ നടക്കുന്നത്. അതായത് നമുക്ക് ആദ്യം തന്നെ ഈ നാവിഗേഷൻ ചാനലിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയാം. അതായത് ഈ കൊച്ചിൻ പോർട്ട് തുടങ്ങിയ സമയത്ത് തുടങ്ങി പറയുന്ന ഒരു കാര്യമാണ് കൊച്ചിയിലെ ആഴം 16 മീറ്റർ എങ്കിലും ആക്കണമെന്നുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 14 വർഷത്തിന് മേലെയായി ഇങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ 2024 ഇതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് എത്തുന്നത്. 2024 വിഴിഞ്ഞം പോർട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് 380 കോടി രൂപയോളം ഇത് 16 മീറ്റർ ആക്കി ആഴം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അതിനുശേഷം 2025 തുടക്കത്തിൽ ഫെബ്രുവരി മുതൽ ഏകദേശം മെയ് വരെ അവിടെ ഏകദേശം ഒരു 5-6 ഡ്രഡ്ജറുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഡ്ജ് ചെയ്യുന്നു കൊച്ചിയിൽ. അപ്പോൾ ഞാനിത് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മെയ് ആയപ്പോഴേക്കും ഈ പല ഡ്രഡ്ജറുകളും പോകുന്നു. അതിനുശേഷം ഇപ്പോൾ 3 ഡ്രഡ്ജറുകളാണ് അവിടെ നിലവിലുള്ളത്, ഡ്രഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 16 മീറ്റർ ആകുമെന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് വരാനുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. അതിനുശേഷം 2025 നവംബറിൽ മുംബൈയിൽ വെച്ച് നടന്ന ഒരു ഇന്ത്യയിലെ പോർട്ടുകളുടെ ഒരു മീറ്റിങ്ങിൽ പിന്നെയും കേന്ദ്രം പറയുന്നു 900 കോടി അനുവദിച്ചിരിക്കുന്നു. എന്തിനാണ്? 16 മീറ്റർ ആക്കാൻ. അപ്പോൾ ഈ 350 കോടി രൂപ അനുവദിച്ചതും ഈ ഡ്രഡ്ജിങ് നടത്തിയതൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യം അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു, ആ പൈസയും പോയി, ആ ഡ്രഡ്ജിങ് കഴിഞ്ഞു. ഇനി പുതിയ ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ് 900 കോടി. എന്തിന്? ഈ 16 മീറ്റർ ആക്കിയതിന് പിന്നെയും 16 മീറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം വാർത്തകളും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. നമ്മൾ വിചാരിച്ചു ഇപ്പോൾ 900 കോടി വരും, ഇപ്പോൾ തന്നെ ഡ്രഡ്ജിങ് ആരംഭിക്കുന്നൊക്കെ പ്രതീക്ഷ, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞൊരു 1.5 മാസം മുമ്പ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഒരു ടെൻഡർ ഇട്ടിരിക്കുകയാണ്. ടെൻഡർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 16 മീറ്റർ ആക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി വാങ്ങാൻ വേണ്ടി ഒരു ഏജൻസിയെ തപ്പിക്കൊണ്ടാണ് ഇവർ ഈ ടെൻഡർ ഇട്ടിരിക്കുന്നത്. അതായത് ഇവിടെ 16 മീറ്റർ ആക്കുന്നതിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി പോലും ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ ഒരു കോമഡി എന്ന് പറയുന്നത്. അപ്പോൾ അത്ര അനാസ്ഥയാണ് കൊച്ചിൻ പോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 350 കോടി മുടക്കിയതും ഈ 900 കോടി അനുവദിച്ചതും ഇതിന് മുമ്പ് ഇത്രയും വാർത്തകൾ വന്നതും ഈ ഡ്രഡ്ജ് ചെയ്തതൊക്കെ എന്തിൻ്റെ പേരിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് കൊച്ചിൻ പോർട്ട് നിൽക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ഇപ്പോൾ കൊച്ചിൻ പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ A to Z കൊച്ചിൻ പോർട്ട് ട്രസ്റ്റാണ് തീരുമാനിക്കുന്നത്. ഒരു ബൾബ് മാറ്റണമെങ്കിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അവർ വരുന്നു, ടെൻഡർ ഇടുന്നു, ഫണ്ട് വരുന്നു. ഇങ്ങനെ ഒരു 6 മാസം എടുക്കും ബൾബ് മാറ്റണമെങ്കിൽ. പക്ഷെ നമ്മൾ വിഴിഞ്ഞത്തൊക്കെയോ അല്ലെങ്കിൽ വേറെ പല പോർട്ടുകളിൽ ഈ കോമ്പീറ്റ് ചെയ്യുന്ന പോർട്ടുകളുടെ അവസ്ഥയാണ്. ഈ അവരൊക്കെ അദാനി തന്നെ ഡ്രഡ്ജ് ചെയ്യുന്നു, അദാനി തന്നെ കൺസ്ട്രക്ഷൻ നടത്തുന്നു, അദാനി എല്ലാം ചെയ്യുന്നു, നമുക്ക് പെട്ടെന്ന് നടന്ന കാര്യം നടക്കും. പക്ഷേ കൊച്ചിയിലേക്ക് വരുമ്പോൾ ഇതൊന്നും അവിടെ നടക്കുന്നില്ല. മുഴുവൻ റെഡ് ടേപ്പാണ്. ഇത് മാത്രമല്ല, ഈ കൊച്ചിൻ പോർട്ടിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്. അവർ കൊച്ചിക്കാരോ അല്ലെങ്കിൽ കേരളക്കാരോ ഒന്നുമല്ല. ഇവർ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് കൊച്ചിയിൽ വന്നിരിക്കുന്നത്. അവർക്ക് കൊച്ചിയിൽ കപ്പൽ വന്നാലും പോർട്ട് പൂട്ടിപ്പോയാലും നടന്നാലും ഒന്നും അവർക്കത് വിഷയമല്ല. അവരവരുടെ കാലാവധി തയ്ക്കുന്നു, കിട്ടാവുന്ന ഫണ്ടുകളും ശമ്പളവും ഒക്കെ മേടിക്കുന്നു, അവർ ആ വഴി പോകുന്നു. ഇതാണ് അവിടെ നടക്കുന്ന ഒരു സംഭവം. ഇപ്പം നമുക്ക് അതിനൊരു ഉദാഹരണം പറയാം. ഇതിനു മുമ്പ് ഇപ്പോൾ ഒരു 1.5 മാസം മുമ്പ് അവിടെ നിന്ന് മാറിപ്പോയ ഒരു കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ചെയർമാൻ, അദ്ദേഹം ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനാണ്. അതായത് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനാണ് ഇത്രയും വലിയ പോർട്ടിൻ്റെ ചെയർമാനായിട്ട് കൊണ്ടുപോയിരുത്തിയിരുന്നത്. അപ്പോൾ എന്തോരം ആ പോർട്ട് അഭിവൃദ്ധിപ്പെടുമെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? ഈ രീതിയിലാണ് കൊച്ചിൻ പോർട്ടിൻ്റെ അവസ്ഥ. അതുകൊണ്ട് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് തന്നെയാണ് ഈ പോർട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇപ്പോൾ ചിലൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇതിനകത്ത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഏകദേശം ഒരു 2-3 മാസങ്ങളായിട്ട്
ഒരുപാട് വലിയ കപ്പലുകൾ കൊച്ചിയിൽ വന്ന് കയറുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഉള്ള പലർക്കും ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു അതിശയം തോന്നും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ കപ്പലുകളൊക്കെ വരുന്നുണ്ടല്ലോ, മദർ വെസലുകളൊക്കെ വരുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് പൂട്ടി പോകുന്നത് തോന്നും. അതിന് ഒരു രസകരമായ കാര്യമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മദർ വെസലുകൾ ഇപ്പോൾ യൂറോപ്പ് അല്ലെങ്കിൽ ചൈന, വിയറ്റ്നാം അങ്ങനെയുള്ള, അല്ലെങ്കിൽ അമേരിക്ക, ബ്രസീൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന, ഇങ്ങനെ സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്ന കപ്പലുകളാണ് ഇതെല്ലാം. ഈ കൊച്ചിൻ പോർട്ട് എന്ന് പറയുന്നത് ഈ ആഗോള ഷിപ്പിംഗ് ഭൂപടത്തിൽ ഇല്ലാത്തൊരു പോർട്ടാണ്. അതായത് കൊച്ചിൻ പോർട്ടിൽ നിന്ന് ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യുന്ന ഒരു ഷിപ്പിംഗ് ലൈൻ സർവീസ് ഇല്ല. ഇപ്പോൾ നമ്മൾ മുംബൈ എടുത്താലും ചെന്നൈ എടുത്താലും മുന്ദ്രയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന ഷിപ്പിംഗ് ലൈനുകളുണ്ട്. അതായത് അവിടേക്ക് എന്തായാലും ആ കപ്പലുകൾ വരും, എന്തായാലും ആ കപ്പലുകൾ പോകും. അങ്ങനെ ഒരു ഗ്യാരണ്ടി കൊച്ചിക്ക് ഇല്ല. അതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ ഇപ്പോൾ വിഴിഞ്ഞത്തേക്കോ അല്ലെങ്കിൽ കൊളംബോയിലേക്ക്, ഹമ്പന്തോട്ടയിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്റ്റോപ്പ് ഓവറാണ്. അതായത് ഇപ്പോൾ ചൈനയിൽ നിന്നും യൂറോപ്പിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അമേരിക്കയിലേക്കൊക്കെ പോകുന്ന ഒരു കപ്പലിൻ്റെ ഒരു സ്റ്റോപ്പ് ഓവറാണ് ഈ പറഞ്ഞ കൊളംബോ, ഹമ്പന്തോട്ട അല്ലെങ്കിൽ വിഴിഞ്ഞൊക്കെ. അപ്പോൾ അവിടേക്ക് എന്തായാലും കപ്പലുകൾ വരും, അവിടെ നിന്ന് ചരക്കുകൾ കയറ്റും അല്ലെങ്കിൽ ചരക്കിറക്കും, അവർ അവിടെ നിന്ന് യൂറോപ്പിലേക്ക്, അമേരിക്കയിലേക്ക് യാത്ര തുടരും. തിരിച്ചു വരുമ്പോൾ ഈ 4 കണ്ടെയ്നറുകളായിട്ടാണ് ഇവർ കൂടുതലും വരിക. ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക്, ബ്രസീലിൽ നിന്നൊക്കെ വരുന്ന കപ്പലുകൾ 4 കണ്ടെയ്നറായിട്ടാണ് അവർ കൂടുതലും വരിക. എന്നിട്ട് അവർ ഈ പറഞ്ഞ വിഴിഞ്ഞത്തോ അല്ലെങ്കിൽ കൊളംബോയിലേക്ക് ഇറക്കി വയ്ക്കും. ആ വഴി നേരെ ചൈനയിലേക്ക് പോകും, അവിടെയും കുറച്ച് ഇറക്കും. അങ്ങനെയാണ് ഇവരുടെ ഒരു റൂട്ട് പോകുന്നത്. അപ്പോൾ കൊച്ചി ഇങ്ങനെ ഒരു ഭൂപടത്തിലില്ല, കൊച്ചി ഇങ്ങനെ ഒരു സർവീസിലേ ഇല്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വിഴിഞ്ഞത്തും അല്ലെങ്കിൽ ഹമ്പന്തോട്ടയിലും നമ്മുടെ കൊളംബോയിലൊക്കെ പലപ്പോഴും കഞ്ചഷനാണ്. അതായത് ഒരുപാട് കപ്പലുകൾ, അവർ ബെർത്ത് ഫുള്ളായിരിക്കും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കപ്പലുകൾ വരും, അത് ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് കിടക്കേണ്ടി വരും 3-4 ദിവസമൊക്കെ. അപ്പോൾ ആ സമയം ലാഭിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, അടുത്തുള്ള പോർട്ടുകളിലേക്ക് തിരിച്ചു വിടും. അപ്പോൾ അങ്ങനെയുള്ളൊരു പോർട്ടാണ് കൊച്ചി. അപ്പോൾ അവർ കൊച്ചിയിലേക്ക് ഈ കപ്പലുകൾ തിരിച്ചു വിടും. ഇതിനൊരു ഉദാഹരണം ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഇതിനകത്ത് കാണുന്ന കൊച്ചിയിൽ പോർട്ടിൽ കിടക്കുന്ന ഈ കപ്പൽ, അതായത് ഈ കപ്പൽ ഡെന്നിസി എക്സ് എന്ന് പറയുന്ന കപ്പൽ ശരിക്കും ഡയറക്റ്റ് ചെയ്തിരുന്നത് US-ൽ നിന്ന് ഹമ്പന്തോട്ടയിലേക്കാണ് ഈ കപ്പൽ പോരുന്നത്. അതായത് US-ൽ നിന്ന് പോരുന്നത് ഹമ്പന്തോട്ടയിലേക്കാണ്. പക്ഷേ ഹമ്പന്തോട്ടയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ കപ്പലുകൾ ഒരു 2-3 ദിവസം മുമ്പ്, അതായത് ഹമ്പന്തോട്ടയിൽ എത്തുന്നതിന് മുമ്പ് ഇത് കൊച്ചിയിലേക്ക് ഇവർ തിരിച്ചു വിടും. അങ്ങനെ ഇത് കൊച്ചിയിൽ വരുന്നു, ഇപ്പോൾ കൊച്ചിയിൽ കിടക്കുകയാണ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇവർ ഇറക്കി, ഇവർ ഈ 4 കണ്ടെയ്നറാണ് ഇത് ഇതിനകത്തുള്ളത്. ഈ 4 കണ്ടെയ്നർ മുഴുവൻ ഇവർ ഇറക്കും. ഇതിൻ്റെ ഡ്രാഫ്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, 11ആണ്. എന്നിട്ട് ഇവർ ഇവിടെ നിന്ന് തിരിച്ച് സിംഗപ്പൂരേക്കോ അല്ലെങ്കിൽ ചൈനയിലേക്കൊക്കെ പോകും. ഇതേപോലെ തന്നെ വേറൊരു കപ്പൽ ഞാനിപ്പോൾ കാണിച്ചത്, ഇപ്പോൾ കൊച്ചിയിലേക്ക് വരുന്നൊരു കപ്പലാണിത്. ഇത് MSC ജാസ്മിൻ എക്സ്. ഈ കപ്പലും ഇതേപോലെ തന്നെ ഹമ്പന്തോട്ടയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഹമ്പന്തോട്ടയിൽ തിരക്കായതുകൊണ്ട് ഇതിനെ തിരിച്ച് കൊച്ചിയിലേക്ക് അവർ വിട്ടിരിക്കുകയാണ്. ഇതിൻ്റെയും ഡ്രാഫ്റ്റ് 12ആണ്. അതായത് ഇതിലും 4 കണ്ടെയ്നറാണ്. സാധാരണ ഫുള്ളായ ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 മുതൽ 16, 14 മുതൽ 16 വരെ മീറ്റർ ഡ്രാഫ്റ്റാണ് അതിനുണ്ടാവുക സാധാരണ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കാണിച്ചുതരാം. ഇപ്പോൾ ഇത് തിരുവനന്തപുരത്ത് നിന്ന് സ്പെയിനിലേക്ക് പോകുന്നൊരു കപ്പലാണ്. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറോറ എന്നുണ്ട്. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്രാഫ്റ്റ് 16 ആണ് ഇതിൻ്റെ ഡ്രാഫ്റ്റ്. അതായത് ഇത് ഫുൾ ക്യാരേജ് ആണ്. അതായത് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഫുൾ കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന് അവരിറക്കും. ആ കണ്ടെയ്നറുകളെല്ലാം ഇങ്ങനെയുള്ള വലിയ കപ്പൽ വന്ന് അതിനകത്ത് കയറ്റി യൂറോപ്പിലേക്കും അമേരിക്കയിലും ഒക്കെ പോകും. ഇതാണ് ചെയ്യുന്നത്. പക്ഷേ കൊച്ചിയിൽ വരുന്ന കപ്പലുകൾ ഈ എന്താണ് 4 കണ്ടെയ്നറാണ്. കാരണം കൊച്ചിയിൽ ഈ വലിയ ഡ്രാഫ്റ്റുള്ള കപ്പലുകൾ കയറ്റാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ ഡ്രാഫ്റ്റ് 14 മീറ്ററേ ഉള്ളൂ. ഇപ്പോൾ MSCക്ക് ഒരു കപ്പലിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവർക്ക് കണ്ണു അടച്ചൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ 14 മീറ്റർ ആഴമുള്ളൂ. അപ്പോൾ 15 മീറ്റർ ഒരു കപ്പൽ അടുത്തേക്ക് കൂടി പോവുകയാണെങ്കിൽ ആ കപ്പലിനെ കൊച്ചിയിലേക്ക് ഡയറക്റ്റ് ചെയ്ത് അവിടെ നിന്ന് സാധനങ്ങൾ കയറ്റി പോകാനോ അല്ലെങ്കിൽ അവിടെ കൊണ്ട് സാധനങ്ങൾ ഇറക്കാനോ സാധിക്കില്ല. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ വിഴിഞ്ഞത്തേക്കും കൊളംബോയിലേക്ക് പോകണം. അപ്പോൾ ഈ കൊച്ചിയിലേക്ക് ഒരു കപ്പൽ വിടുമ്പോൾ MSCക്കാർ ഒരുപാട് ചിന്തിക്കണം, എത്രയാണ് ഇതിൻ്റെ ഡ്രാഫ്റ്റ്, എത്ര അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ, ചരക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര ഡ്രാഫ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങി പോകാൻ സാധിക്കും എന്നൊക്കെയുള്ള കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം കൊച്ചിയിലേക്ക് ഒരു കപ്പൽ വിടാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ വിഴിഞ്ഞത്തോട്ടാണ് അല്ലെങ്കിൽ കൊളംബോയിലോട്ടോ ഹമ്പന്തോട്ടയിലേക്കാണെങ്കിൽ അവർക്കൊന്നും ചിന്തിക്കണ്ട. ഏത് കപ്പൽ ഏതിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാം, ഓക്കെ ഹമ്പന്തോട്ടയിൽ കയറിയിട്ട് അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് കയറിയിട്ട് ചരക്ക് കയറ്റു അല്ലെങ്കിൽ ചരക്ക് ഇറക്കൂ എന്നവർക്ക് പറയാം. കാരണം അവിടെ അതിനുള്ള ഡ്രാഫ്റ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. പക്ഷെ അത് കൊച്ചിയിൽ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള 4 കണ്ടെയ്നറായിട്ട് വരുന്ന കപ്പലുകളെ കൊച്ചിയിലേക്ക് കയറ്റി അവിടെ 4 കണ്ടെയ്നർ ഇറക്കി വയ്ക്കുന്നു. അവർ തിരിച്ച് സിംഗപ്പൂർക്ക് അവിടെ യാത്ര തുടരും. അതാണ് കൊച്ചിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഭാവിയിൽ ഇല്ലാണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം പോർട്ട് അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട്
പൂർണ്ണ സജ്ജമാവുന്നതോടുകൂടി, അല്ലെങ്കിൽ കൊളംബോ പോർട്ടും ഹമ്പന്തോട്ട പോർട്ടൊക്കെ പൂർണ്ണ സജ്ജമാവുന്നതോടുകൂടി ഇങ്ങനെയുള്ള കപ്പലുകൾ അവർക്ക് അവിടെ വിടേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ വിഴിഞ്ഞത്തും ഹമ്പന്തോട്ടയിൽ തന്നെ അവർക്ക് ഈ കപ്പലുകളെല്ലാം പിടിച്ച് അവിടുത്തെ ചരക്ക് ഇറക്കി വയ്ക്കും പോവുകയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതോടുകൂടി ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ കൂടി കൊച്ചിക്ക് ഇല്ലാണ്ടാവും. അങ്ങനെ കൊച്ചിയിൽ ഓൾറെഡി ചരക്കിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ചരക്ക് ഗതാഗതത്തിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട്. അപ്പോൾ ഇതും കൂടി കുറച്ച് കളയുമ്പോൾ ഇല്ലാണ്ടാവും. അങ്ങനെ കൊച്ചിൻ പോർട്ടിൻ്റെ ഒരു പ്രാധാന്യം അതോടുകൂടി പോകുന്നതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ക്രൂയിസിൻ്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ, ക്രൂയിസിൻ്റെ കാര്യം കോവിഡിന് ശേഷം കൊച്ചിയിലേക്ക് വരുന്ന കപ്പലുകളുടെ എണ്ണം ഗണ്യമായി കുറയുകയാണ്, എല്ലാ വർഷവും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ക്രൂയിസ് ടെർമിനലും കുറച്ച് കാലം കഴിയുമ്പോൾ, ഏകദേശം ഒരു 4-5 വർഷത്തിനുള്ളിൽ അതും പൂട്ടി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇനി നമുക്കിതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണമല്ലോ, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമല്ലോ. ആ സൊല്യൂഷനാണ് ഞാൻ ആദ്യം ഇനി പറയാൻ പോകുന്നത്. അതായത് ഒന്നില്ലെങ്കിൽ കൊച്ചിന് ഒരു ഔട്ടർ ഹാർബർ പണിയുക, അതാണ് ശാശ്വതമായ ഇതിനൊരു പരിഹാരം. അതായത് കൊച്ചിയിൽ പുറത്ത് കടലിൽ ഒരു പോർട്ട് പണിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഹാരം. ഇനി അത് സാധിക്കുന്നില്ല, കേന്ദ്രത്തിന് അനുമതി കിട്ടുന്നില്ല, കേരളത്തിന് അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഉള്ള വല്ലാർപാടം ഐലൻഡിലുള്ള ഇപ്പോഴത്തെ ഉള്ള ടെർമിനൽ, ഇപ്പോൾ അവിടുത്തെ ബെർത്ത് എന്നുള്ളത് ഒരു 650 മീറ്ററേ ഉള്ളൂ. അതായത് ഒരു ഒറ്റ മദർ വെസൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ കപ്പലുകൾക്കൊന്നും കയറാൻ പറ്റില്ല. അവിടുത്തെ ബെർത്ത് 1200 മീറ്ററിലേക്ക്, അതായത് ഡബിളാക്കി വികസിപ്പിക്കുക. അതായത് 1200 മീറ്ററിലേക്ക് അവിടുത്തെ ബെർത്തിൻ്റെ നീളം കൂട്ടുക. അതേപോലെ തന്നെ 16.5 അവിടേക്കുള്ള നാവിഗേഷൻ, അതായത് ഈ കപ്പൽ ചാലിന് ആഴം കൂട്ടുക. ഈ രണ്ടും ചെയ്യുക. അതായത് ഒരു ഓപ്ഷൻ പുറത്തൊരു ഹാർബർ പണിയുക, അല്ലെങ്കിൽ ഇപ്പോൾ ഹാർബറിൽ തന്നെ അതിൻ്റെ ബെർത്തിൻ്റെ നീളം കൂട്ടുകയും കപ്പൽ ചാലിന് ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതല്ലാതെ, ഇപ്പോൾ ഇത് ഈ വല്ലാർപാടം ടെർമിനൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അടിയന്തരമായി ചെയ്യണം. ഏകദേശം അടുത്തൊരു 1 വർഷത്തിനുള്ളിൽ ഈ സംഭവം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൊച്ചി നമുക്ക് എന്നേക്കും ഒരു സ്വപ്നമായി മാറും. ഇപ്പോൾ പുറത്തൊരു ഹാർബർ പണിയാനാണെങ്കിൽ അതിനുള്ള സമയം എന്തായാലും എടുക്കും. പക്ഷേ ഇപ്പം നിലവിലുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ കൊച്ചി ഈ ഭൂപടത്തിൽ എന്താണ് ഷിപ്പിംഗ് ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നൊരു കാര്യമാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് ആരാണെന്നുള്ളതും കൂടി ഉണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ എറണാകുളം ജില്ലക്കാരൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൽ നിന്നും മുൻകൈ എടുക്കേണ്ടത്. ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുള്ളൂ. അതേപോലെ തന്നെ അവിടുത്തെ MLA-മാരും കാര്യങ്ങളും. പക്ഷേ ഇതിനെല്ലാം മുകളിൽ ഒരാളുണ്ട്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധി കൊച്ചിയിലുണ്ട്. അത് ഹൈബീഡനാണ്, നമ്മുടെ MP. ഈ പുള്ളിക്ക് ഇതെല്ലാം ഇത് വല്ലതും അറിയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ പുള്ളിയാണ് ഇതിനകത്തൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്, ഇതിൻ്റെ പുറകെ നിന്ന് പ്രവർത്തിക്കേണ്ടത്. അദ്ദേഹത്തിന് അതിന് സമയമുണ്ടോ, ഇതൊക്കെ പുള്ളി മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. കുറച്ച് ആൾ കഴിയുമ്പോൾ ഇത് ഏകദേശം ഡെഡായ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കും ഇവരൊക്കെ ഇതിന് പുറകിൽ ഇറങ്ങിത്തിരിക്കുന്നത്. ആ നേരത്ത് ഇതിനകത്തൊരു പ്രതിവിധി ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക. കൊച്ചിൻ പോർട്ടിനെ റിവൈവ് ചെയ്തെടുക്കണമെങ്കിൽ മാത്രം. ഇത് അങ്ങനെ വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൊച്ചിൻ പോർട്ടിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ഇതിനകത്തോടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, അധികാരികളിലേക്കൊക്കെ എത്തുമെങ്കിൽ ഇത് എത്തട്ടെ. അവരെങ്കിലും ഇതിനെക്കുറിച്ചൊരു സ്റ്റഡിയെങ്കിലും നടത്തിയിട്ട് എന്താണ് അതിനകത്ത് അടുത്ത സ്റ്റെപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നൊന്ന് പറ്റട്ടെ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് വികസനം നടത്താൻ പറ്റിയൊരു സ്ഥലത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു ലൊക്കേഷനാണത്. കേരളത്തിൽ ഇപ്പോൾ എയിംസ് വരണമെങ്കിലും, അല്ലെങ്കിൽ എന്ത് ബിസിനസ് നടത്തണമെങ്കിലും, ലോജിസ്റ്റിക്സ് ആയാലും ഇൻഡസ്ട്രിയലൈസേഷൻ നടത്താനാണെങ്കിലും, അല്ലെങ്കിൽ ടൂറിസം ആയാലും ഏറ്റവും ബെസ്റ്റായ സ്ഥലം നിങ്ങൾക്ക് ഗസ് ചെയ്യാം, കമൻസിൽ വേണമെങ്കിൽ ഇടാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തെറ്റിപ്പോകും. അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇടാം.